എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ക്യാബേജ് കുട്ടന്മാരെ കെട്ടാൻ പോവുകയാണ് ഗൈസ്. അങ്ങനത്തെ കെട്ടല്ല, അതിന് ചുറ്റും ഇങ്ങനെ കെട്ടി അതിനെ ഇതാക്കാൻ വേണ്ടി പോവാണ്. അല്ലെങ്കിൽ അത് വട്ടത്തിൽ വരില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താണ് ഞാനിവിടെ ഇത്രയും അലങ്കോലമാക്കി ഇട്ടിരിക്കുന്നത്, പുല്ല് എന്താണെന്ന് ഓർക്കുമായിരിക്കും. അപ്പോൾ അതൊന്നും നോക്കണ്ട, നമ്മളിവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വളർത്തിയ പുല്ലാണ്. അത് നല്ല ക്ലീനുമായിട്ട് വളർത്തണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കാട് പോലെ ആയിപ്പോയി. അപ്പൊ അവിടെ ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ, റോസാപ്പൂ. നമ്മുടെ റോസാപ്പൂ സീസൺ ആണോ ഇതെന്ന് എനിക്കറിയില്ല, ഒത്തിരി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും ചുമപ്പും വൈറ്റും റെഡും അങ്ങനത്തെ കളറാണ്. പിന്നെ യെല്ലോ ഷെയ്ഡ് ആദ്യം ഉണ്ടായിട്ട് അത് വൈറ്റ് കളറായിട്ട് വരും കേട്ടോ. അങ്ങനത്തെ റോസാപ്പൂ ഒക്കെ ഉണ്ട്. അപ്പൊ നല്ല രസമാണ്. അപ്പൊ അതൊരു ചെറിയ ഗാർഡൻ പോലെ ഇല്ലേ ഗൈസ്, നോക്കും നമ്മുടെ റോസാപ്പൂക്കൾ. അപ്പൊ നല്ല രസമുണ്ടായിരിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഒരു സംഭവമാണ് ഇത്. ഇതിൻ്റെ ഇവിടെയൊക്കെ തൂവലുണ്ടായിരുന്നു, അപ്പൊ എൻ്റെ അച്ഛൻ ഇങ്ങനെ ആക്കി തന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് പരുന്തിന്റെ തൂവലാണോ, കുയില് സോറി, പരുന്തല്ല, കുയിലാണ് ഗൈസ്. കുയിലിന്റെ തൂവലാണ്. അപ്പൊ അതിന്റെ ഇതിങ്ങനെ കളഞ്ഞിട്ട് ഈ തൂവലിങ്ങനെ നമ്മൾ ചെവിയിലൊക്കെ വെള്ളം വീഴത്തില്ലേ, അപ്പൊ അതിങ്ങനെ ഇളക്കിയത് വെള്ളം പോകുമെന്ന് പറഞ്ഞു. കുളിച്ച് കഴിയുമ്പോഴത്തേക്കാവൂല, അപ്പൊ അത് പോവാൻ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ ഏത് തോല് വെച്ചും പറ്റും കേട്ടോ. ഇപ്പൊ ഞാൻ ഈ തോല് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാബേജ് കുട്ടന്മാരെ കെട്ടുവാണ്. കെട്ടിക്കഴിഞ്ഞു ഗൈസ് ഏതാണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് എടുത്തുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇതൊക്കെ അതെ കിളുത്ത് വന്നിട്ടുണ്ട്. ഇത് മറ്റേ കെട്ടി വെച്ചിട്ടുള്ള കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ക്യാബേജ് ഇടുന്നത് കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന കണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് കേട്ടോ ഇതിങ്ങനെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലും കുറച്ച് കൂടിയുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇത് ഇവിടെയൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ക്യാബേജ് കിട്ടുന്നത്. നോക്കിയോ, കൃഷിക്കാരനാണ് കേട്ടോ നമ്മുടെ ക്യാബേജ് കിട്ടുന്നത്. അപ്പൊ ഗൈസ് ഈ ക്യാബേജിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന്റെ ഒപ്പം ഒരു ചീരയും കൂടി വളർന്നു വന്നുണ്ട് ഗൈസ്. ഇപ്പൊ കാണിച്ചു തരാം. നോക്കൂ, ഒരു ചീരയല്ല, 2 ചീരയുണ്ട്. ഒന്ന് ചുമന്ന ചീര, ഒന്ന് പച്ച ചീര. എനിക്ക് ഈ ചീര ഭയങ്കര ഇഷ്ടമാണ്. കുപ്പച്ചീര, സോറി, കുപ്പച്ചീരാണ്. നമുക്ക് ഇതിന്റെ അരി എടുത്ത് വിതറാം. കിളുക്കൂല കേട്ടോ. കിളുക്കും തോന്നുന്നു. വാ, നമുക്കിത് ഇവിടെയൊക്കെ വിതറിടാം. എനിക്ക് ഈ ചീര ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇവിടെ ഇട്ടാൽ കിളുക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ ഇതൊക്കെ ഇത് കണ്ടില്ലേ, നമ്മൾ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ചീര പറിച്ചു കളഞ്ഞു. ഇന്നത്തെ എൻ്റെ തോരൻ ചുവ അറിഞ്ഞാണ് ഗസ് വെച്ച് തോരൻ നോക്കാൻ പറ്റില്ല. ഞാനൊരു വെണ്ടക്ക കൃഷി കാണിച്ചു തരാം. ഒരു ദിവസം പറഞ്ഞില്ലേ വെണ്ടക്ക 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് പറിക്കാനാവുമെന്ന്. അപ്പോൾ ഏതോ ദിവസം പറഞ്ഞാണ്. അപ്പോൾ അതായിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പ് ഒരു സൂത്രം കാണിച്ചു തരാം. വരൂ. ഇതെന്റെ കുക്കുംബർ കുട്ടന്മാരാണ്. നോക്കൂ ഗൈസ്, ഇത് നോക്കൂ. ഇത് സ്മോൾ കുക്കുംബർ, ഇത് ബിഗ് കുക്കുംബർ, ഇത് ബിഗ്ഗർ കുക്കുംബർ. ഇതിലും ബിഗ്ഗർ കുക്കുംബർ ഇവിടെ ഉണ്ടായിരുന്നു. ആ കുക്കുംബറിനെ ഇന്നലെ ഞാൻ അകത്താക്കി. നിങ്ങൾ ഇല്ലായിരുന്നു ഇവിടെ. എൻ്റെ ചേട്ടൻ സ്കൂളിലോ എവിടെ പോയിരിക്കുമായിരുന്നു, അതുകൊണ്ട് വീഡിയോയിൽ കിട്ടിയില്ല. അത് ഞാൻ കഴിച്ചു ഗൈസ്. ചെറിയൊരു കയ്പുണ്ടായിരുന്നു, അത് ഫുള്ളായിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കുക്കുംബർ. അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് തന്നെ കാണാണ്ട് പറിച്ചു തിന്നു ഗൈസ്. എല്ലാവർക്കും കൊടുത്തു കേട്ടോ. പക്ഷെ എന്നാലും അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തില്ല ഗൈസ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ ഏതാണെന്നോ. പുതിയ നമുക്കിനി ചുറ്റി കൊടുക്കാം. എനിക്ക് എത്തില്ല. ഓക്കെ ഗൈസ്, ഒന്ന് ചുറ്റി. ഇത് കൊടുത്തോ. കുഴപ്പമില്ലാണ്, എനിക്ക് എത്തില്ല. അപ്പൊ നമുക്കിനി നമ്മുടെ വെണ്ടക്ക വിളവെടുപ്പ് വെക്കാം. അപ്പൊ ഇവൻ കുക്കുംബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് വിളവെടുക്കുന്ന ഒരു ദിവസം കാണിക്കാം. അതാവട്ടെ, അന്ന് ചേട്ടൻ വീട്ടിലുണ്ടെങ്കിൽ എടുക്കാം, ഇല്ല അത് ഞാൻ വീണ്ടും ഇതുകൊണ്ട് അകത്താക്കും കേട്ടോ. പക്ഷെ നിങ്ങളെ കാണിക്കുന്നത് കൊണ്ട് മാത്രം അത് അകത്താക്കുന്നില്ല. നമുക്ക് വെണ്ടക്ക പറിക്കാം. ആണ് നമ്മുടെ വെണ്ടക്ക വിളവെടുപ്പ്. ഇത് നോക്കണ്ട, വളമൊന്നും ഇട്ടിട്ടില്ല. കലോത്സവത്തിന്റെ ഒരു ഇതായത് കാരണം നമ്മൾ വളമൊന്നും ഇട്ടിട്ടില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ പാവം നമുക്കൊരു വെണ്ടക്ക തന്നിട്ടുണ്ട്. ഒരു വെണ്ടക്ക ഇവിടെ വെച്ച് കട്ട് ചെയ്യാം.
മൂർച്ചയില്ലെന്ന് തോന്നുന്നു. ഒരു വെണ്ടക്ക ഇട്ടിട്ടുണ്ട്. വെണ്ട ഇതാണ് കേട്ടോ. ഇതിന്റെ ഒരു കായുണ്ട്. രണ്ടുപേരും നമുക്ക് ഒരു കാ വെച്ചിരുന്നു. താഴത്താണ് നമ്മുടെ മെയിൻ വെണ്ടക്ക. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കാണിക്കാം. ഇതില് എന്തോ ഏലച്ചുരുട്ടിപ്പൂ, ഏലച്ചുരുട്ടിപ്പുഴു എന്ന് പറയുന്നൊരു പുഴുണ്ട് ഗൈസ്. ഇത് കണ്ടേ, പാവം വേണ്ട, അതിനെ ഇതാവുന്നുണ്ട്. അതപ്പോൾ നമുക്ക് അവിടെ വെച്ച് മാത്രം വെട്ടിക്കളയാവേ. ഓ, അതിനെ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ദിവനെയും കൂടി എടുത്ത് കളയാം ഗൈസ്. ഇവിടെ അയ്യോ, പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നോക്കിയാണ് കാണിച്ചു തരാം. ഇല വെട്ടിക്കളയണ്ട കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ വെണ്ടയുടെ അടിയിൽ പൊന്നാൻ കണ്ണി, അതിനെ മുറിച്ച് കളയാം. ഇവനെ കൊണ്ട് മടുത്തു. നമുക്ക് താഴത്തേക്ക് പോവാം. വെണ്ട വിളവെടുപ്പിന് ഇതിലൊക്കെ കുഞ്ഞു വെണ്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും കുഞ്ഞു വെണ്ട ഉണ്ട്. ഇത് കേട്ടോ, ഇതുണ്ട്. ഇത് കുഞ്ഞില് ഇതുണ്ടോ, അതിനാവട്ടെ, എന്നിട്ട് നമുക്ക് പറിക്കും. ഇപ്പൊ നമുക്ക് താഴത്ത് പോവാം. താഴത്ത് ഒത്തിരി ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. എൻ്റെ അറിവിൽ വെണ്ടക്ക ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ അറിവ് അല്ലാണ്ട് ഇവിടെ വെണ്ടക്ക ഇല്ല ഗൈസ്. 2 എണ്ണം ഉണ്ട്. മൊത്തത്തിൽ ടോട്ടൽ 4 വെണ്ടക്ക. അപ്പോൾ എനിക്ക് ഇവിടെ ഒടുക്കത്തെ കാറ്റാണ്, ഞാൻ പറന്നു പോകും. അപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് ഒരു വാഴയിലൊക്കെ വരും. ചേമ്പല വെട്ടിട്ടുണ്ട്. അതിനൊക്കെ മുറിച്ച് കളയാം. പോയി ടാറ്റ. അവിടെ മഞ്ഞളൊക്കെ കിളിത്ത് വെക്കണം ഗൈസ് പാടത്ത്. അപ്പോൾ നമുക്ക് വെണ്ട പറിക്കാം. ഇവൻ കുഞ്ഞാണ്, പക്ഷെ നിങ്ങളൊന്നും പറയരുത്. നമുക്കിതിനെ പറിച്ചില്ല, നാണം കിട്ടും. ഞാൻ ഒന്നുമില്ലെന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ കളയാക്കും. അതുകൊണ്ട് ഞാൻ ഇവനെ പറിക്കുവാണ്. ഡെഡ്, അവൻ ചത്തു. മുറിച്ചു. വലിയ ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന് വലുതായില്ലെന്ന് പറയരുത് കേട്ടോ. ഇതെന്തായത്? ഓക്കെ, പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ മുളക് നോക്കൂ ഗൈസ്. പൂവായിരുന്ന മുളക് മുഴുവൻ മുളകായി ഗൈസ്. നല്ല രസമില്ല ഫ്രണ്ട്സ്. നമുക്ക് ഇത് അമ്മയുടെ കൈ കൊടുത്തുവിടാം. അമ്മ നോക്കൂ ഗൈസ്, ഇത് നോക്കൂ, എന്ത് സങ്കടപ്പെട്ട വാർത്തയാണെന്ന് നോക്കൂ ഫ്രണ്ട്സ്. കണ്ടില്ലേ, നമ്മുടെ മുളകിന്റെ ഇല മുഴുവനും പഴുത്ത് നിൽക്കുവാണ്. ഭയങ്കര സങ്കടമേറിയ വാർത്ത. കാരണം ഞാൻ കലോത്സവത്തിന് പോയേക്കുന്ന കാരണം ഇതിനൊന്നും വളവുമില്ല, വെള്ളവുമില്ല. അതാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. നമുക്കതിനെ വീണ്ടും ക്ലീൻ ആക്കി എടുക്കാം. എന്താണ് ഞാൻ പറയുന്നത് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ഇവനെയൊക്കെ ഒന്ന് വെട്ടിയാൽ ഞാൻ ഇന്ന് തീരുന്ന വരെ വെട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ വെട്ടുന്നില്ല. അപ്പോൾ ഈ കായായിരുന്ന മുളക്, പൂവായിരുന്ന മുളക്, പൂവായിരുന്ന പൂ നമ്മൾക്കിപ്പോൾ മുളകായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയില്ല, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്ക് ഈ മുളക് വിൽപ്പന നടത്താം. നമ്മുടെ കടയിലെ ചേച്ചിമാര് മുളക് എടുത്തോളാന്ന് പറഞ്ഞു ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഈ മുളക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് എന്താണ് സ്കൂളിൽ കൊണ്ടുപോകാൻ കറി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വെണ്ടക്ക മെഴുക്കുവരട്ടി, വെണ്ടക്ക കറി, വെണ്ടക്ക തീയൽ, വെണ്ടക്ക ഫ്രൈ, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ അതാണ് എൻ്റെ അമ്മയുടെ കുഴപ്പം. ഈ മുളക് വെച്ച് കറി വെക്കാൻ പറ്റും, പക്ഷെ അമ്മ വെക്കുന്നില്ല കേട്ടോ. എരിയും, അതുകൊണ്ട് മാത്രമാണ്. ഇല്ലേ അതും പറിച്ച് കറി വെക്കും. വേപ്പില മാത്രമായിട്ട് കറി വെക്കാൻ പറ്റുമെങ്കിൽ അതും പറിച്ച് കറി വെക്കും ഗൈസ്. തക്കാളിയുടെ ഇല വെച്ചും പറിച്ച് കറി വെക്കും. ഇപ്പൊ കറി വെക്കില്ല കേട്ടോ. ഇത് നമ്മുടെ തക്കാളി പൂ ഇട്ടു ഗൈസ്. എൻ്റെ അമ്മയാണ്. നമുക്ക് ഭയങ്കര നാണമാണ്. അതുകൊണ്ട് നമ്മുടെ വലക്കാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പെല്ലാം നിലത്തുമാണ്. അത്രക്ക് കാറ്റാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ പൂവൊക്കെ കാണുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഇത് കായാതിരിക്കാനെ തിന്നാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്ലാവ് കുട്ടൻ അന്നത്തേയിൽ നിന്ന് മെച്ചപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉടുപ്പിന്റെ ആരാണ് ഉടുപ്പിടുന്ന ആള് വന്നിട്ട് ആ ഉടുപ്പെടുത്തോണ്ട് പോകുന്നുണ്ട്. ഉടുപ്പിന്റെ യജമാനി ഉടുപ്പെടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ. എല്ലാം നിലത്ത് വീണു, അത് പെറുക്കിയിട്ടു. അപ്പോൾ ഗൈസ്, കുഞ്ഞൻ ചാടുന്നു ഗൈസ്. കുഞ്ചൻ ടൺ 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 ടൺ, ബാഹുബലി കുഞ്ചൻ ഓടിപ്പോയി ഗൈസ്.
അവൻ അവിടെ നിന്ന് ആരെങ്കിലും തള്ളിയിട്ട് നല്ല രസമായിരിക്കുമല്ലേ. നിങ്ങൾ ഓർക്കും ഞാനൊരു സൈക്കോ ആണ്. അല്ല ഗൈസ്, ഞാനൊരു പാവം കൊച്ചാണ്. എന്നെ ഒന്നും പറയരുത്, ഞാൻ പാവം കൊച്ചാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വഴുതന, ലോകത്തിൽ ഇതിനെക്കാട്ടി ചെറിയ വഴുതന, കയ്യിന്ന് പോയി, ഇതിനെക്കാട്ടി വലിയ വഴുതനയാണ് കേട്ടോ. പോയിന്നറിയാം, എന്നാലും കാണിച്ചിട്ട് ഭയങ്കര വലിയ വഴുതനയാണ്. വലിയ കത്തിരിക്കയാണ്. എനിക്കിതെല്ലാം തെറ്റുമാണ് ഗൈസ്. ഇപ്പോ വലിയ കത്തിരിക്ക ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. നോക്കൂ ഗൈസ്, എന്തൊരു വലിയ കത്തിരിക്കാൻ നോക്കൂ. എന്റെ കയ്യിനെക്കാട്ടി വലിയ കത്തിരിക്കയാണ് കേട്ടോ. ആമ വണ്ട് വന്ന് മുഴുവനും തിന്നു ഗൈസ്. നോക്ക്, ഇതിനകത്ത് വണ്ട് കണ്ടോ ഗൈസ്? നല്ല ഭംഗിയുള്ളൊരു വണ്ട്. ശിവനെ ഭംഗി കാണണം, അമ്മ എന്നെ ഇങ്ങോട്ട് അടുപ്പിക്കില്ല. ലേഡി ബഡാണ്. പോയിട്ടുണ്ട്. നമുക്ക് ഇനി വേറൊരു കാര്യം കാണിച്ചുതരാം. ചുണ്ട് കണ്ടിട്ടുണ്ടോ ഗൈസ്? ആ ചുണ്ടല്ല, ഈ ചുണ്ട്. ഇത് വേറെ ചുണ്ടാണ്. നോക്കൂ, ഈ ചുണ്ട് നമുക്ക് വാഴച്ചുണ്ടാണ്. ഈ വാഴച്ചുണ്ട് എൻ്റെ വീട്ടിലെ 2 ദിവസത്തെ കറിയാണ്. അപ്പോൾ ഈ കറിയായിരിക്കും ഇനി 2 ദിവസത്തേക്ക്. അത് കഴിയുമ്പോൾ ഫുള്ള് നമുക്ക് വെണ്ടക്കറിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാണ്, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ബൈ.